വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശനിദോഷ ശാന്തി ശ്രീധർമ്മശാസ്താവിനെ ആരാധിക്കുന്നതിലൂടെ സിദ്ധിക്കുന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കലിയുഗവരദനായി അറിയപ്പെടുന്ന ദേവനാണ് ശ്രീധർമ്മശാസ്താവ്. ഘോരഗ്രഹമായ ശനിയുടെ അതിദേവനാണ് ശ്രീധർമ്മശാസ്താവ്. അയ്യപ്പൻ ഒരു ചരിത്ര പുരുഷനായിരുന്നു. അയ്യപ്പൻ ശ്രീധർമ്മശാസ്താവിൻ്റെ ഭക്തനായിരുന്നു. അയ്യപ്പൻ പിന്നീട് ശാസ്താവിൽ വിലയം പ്രാപിച്ചു. അതാണ് അയ്യപ്പനും ശാസ്താവും തമ്മിലുള്ള വ്യത്യാസം. ഭക്തനെയും ഇഷ്ടദേവതയെയും ഒന്നായി കാണുക എന്നുള്ളത് ഹിന്ദു ധർമ്മത്തിൻ്റെ സ്വഭാവമാണ്. ഇപ്രകാരം അയ്യപ്പൻ വിലയം പ്രാപിച്ച ക്ഷേത്രമാണ് ശ്രീ ശബരിമല. അയ്യപ്പൻ യഥാർത്ഥത്തിൽ ശാസ്താവിൻ്റെ ഒരു അവതാരമായിരുന്നു. രാമനും കൃഷ്ണനുമൊക്കെ എപ്രകാരമാണോ വിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്നത്, അതുപോലെ തന്നെ പാപഗ്രഹങ്ങളുടെ അതിദേവതമാർ ശൈവശക്തികളാണെന്നറിയാമല്ലോ. ഈ വസ്തുതകളെ മനസ്സിലാക്കിയാൽ ശാസ്താവിനെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ കുറച്ചെങ്കിലും നീങ്ങിക്കിട്ടും. കലിയുഗത്തിൽ ഏറ്റവും അധികം ബലവാനായ ഗ്രഹം ശനിയാണ്. യുഗധർമ്മമനുസരിച്ച് ശനി പാപകർമ്മങ്ങൾ ചെയ്യുന്നതിനായി ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ ശമിപ്പിക്കുന്നതിനായി അതിൻ്റെ അതിദേവതയെ ഭജിച്ചാൽ മതി. അതിദേവതയ്ക്ക് മാത്രമേ ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശക്തിയുള്ളൂ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജാതകവശാൽ ഉണ്ടാകാവുന്ന പ്രധാന ദോഷങ്ങളാണ് ഏഴരശനി, കണ്ടകശനി, ശനിദശ മുതലായവ. ഇതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ശാസ്താവിനെ ഭജിക്കുക, അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക തുടങ്ങിയവ അത്യന്താപേക്ഷിതമാണ്. ശുദ്ധമായ എള്ളെണ്ണയിൽ എള്ളുകിഴി കെട്ടി ദീപം കത്തിക്കുന്നതിനെയാണ് നീരാഞ്ജനം എന്ന് പറയുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീരാഞ്ജനം. എള്ളിൻ്റെയും എള്ളെണ്ണയുടെയും കാരകനാണ് ശനി. ശനിയുടെ എല്ലാ സ്വഭാവവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ശനിയുടെ ദോഷങ്ങൾ അതിദേവതയായ ശാസ്താവിൻ്റെ മുന്നിൽ എരിച്ചടക്കുക എന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് നീരാഞ്ജനം എന്ന വഴിപാട്. പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രങ്ങളുടെ അധിപൻ ശനിയായതുകൊണ്ട് ഈ നക്ഷത്രക്കാർ പതിവായി ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ കന്നി, തുലാം രാശിക്കാരുടെ 5ാം ഭാവാധിപൻ ശനിയായതുകൊണ്ട് ഈ രാശികളിൽ ജനിച്ചവരും പതിവായി ശാസ്താവിനെ ഭജിക്കുന്നതും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.